Hi everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിന്റെ ന്യൂമറിക്കൽ മെത്തേഡ്സിലെ മാട്രിക്സ് എന്ന ഭാഗത്തിലെ ഒരു ഭാഗമാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം എഴുതാൻ നോക്കുന്നത് സോൾവ് ദ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം. ഒരു ഇക്വേഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2x plus y plus z is equal to 10, 3x plus 2y plus 3z is equal to 18, x plus 4y plus 9z is equal to 16. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, അടുത്ത ഇക്വേഷൻ നമ്പർ 2, അടുത്ത ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കും. ഫസ്റ്റ് രണ്ട് ഇക്വേഷനിൽ നിന്ന് എക്സിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനോട് ആദ്യത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനോട് ഇത് നമ്മൾ പറയാ a11x പ്ലസ് a12y പ്ലസ് a13z ഈക്വൽ ടു b1 അങ്ങനെയാണ് വരിക. ഇതാണ് ഈ എക്സിന് മുന്നിലുള്ളതാണ് a11. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷനിലെ ഒരു ടേം എടുത്തു, അതായത് 3 ബൈ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കമ്പോണൻറ്റ് 2. ഇതിന് നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു മൈനസ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3/2 ഇൻറ്റു ഇക്വേഷൻ 1. that is minus 3/2 into 2x plus y plus z is equal to 10 into minus 3/2, that is minus 30/2 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ മൈനസ് 3 എൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് 3/2 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2 into മൾട്ടിപ്ലൈ മൈനസ് 3x മൈനസ് 3/2 into y മൈനസ് 3/2 into z is equal to മൈനസ് 15 എന്ന് കിട്ടും. ഈ ബൈ 2 ആകുമ്പോൾ എന്ത് ചെയ്യാം? എല്ലാ ടേമിനെയും മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3x. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? അങ്ങനെ മൈനസ് 3x മൈനസ് 3/2y മൈനസ് 3/2 z is equal to 15 കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഒന്നുകൂടി ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 1 2 നമുക്ക് തന്നതിന് ഇക്വേഷൻ 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ ഇത്? ആദ്യത്തെ രണ്ട് ഇക്വേഷൻ മാത്രം നമ്മൾ പരിഗണിക്കുക. ഇത് രണ്ട് മാത്രം എടുക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്തു? ഇത് രണ്ടിനെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് ബൈ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഒരു മൈനസ് ഇൻറ്റു ഇക്വേഷൻ 1 ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന്? നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ എഴുതി. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 3x പ്ലസ് 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 18. അത് കൊടുത്തിട്ട് എഴുതി. എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡിങ് ഇക്വേഷൻ 4 പ്ലസ് 2. അപ്പോൾ മൈനസ് 3x പ്ലസ് 3x എന്താവും? 0x പ്ലസ് അടുത്ത ടൈം എന്താ വരിക? മൈനസ് 3/2 മൈനസ് 3/2 പ്ലസ് 2y. അടുത്തതുണ്ടാവും പ്ലസ് മൈനസ് 3/2 പ്ലസ് 3z ഈക്വൽ ടു മൈനസ് 15 പ്ലസ് 18 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോ ഈ എക്സിൻ്റെ ടേം ഒക്കെ പോവും. ഇവിടെ എന്താണ്? മൈനസ് 3/2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1/2 1/2y പ്ലസ് 3/2z ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുത്തു. ആദ്യത്തെ രണ്ട് ഇക്വേഷനിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്തു. വൈയിലും സെറ്റിലുള്ള ഇക്വേഷൻ എഴുതി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇതേ പ്രോസസ്സ് 1ഉം 3ഉം എടുക്കും. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് എടുക്കും. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഒഴിവാക്കും. ഇത് രണ്ടും കൂടെ എടുക്കും. അതെങ്ങനെ ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1 ബൈ ആദ്യത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് 2
ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത് ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നോക്കണം, ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ന്റെ കോഎഫിഷ്യന്റ് എവിടെ വരണം? സഫിക്സിൽ വരണം. അപ്പോൾ അപ്പോഴാണ് അത് ക്യാൻസൽ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കമ്പോണൻറ്റ് ദാറ്റ് ഇസ് 1 ബൈ ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു ഒരു മൈനസ് ഇൻറ്റു ഇക്വേഷൻ 1 ചെയ്തു. സോ വി ഗെറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എലിമിനേറ്റ് ഫസ്റ്റ് ആൻഡ് തേർഡ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ -1/2 ഇൻറ്റു ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 10 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ആവും. അപ്പോൾ -x എന്ന് കിട്ടും. -x minus yz -z/2 is equal to 50 by 10/2 that is -5 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്തു? അതും ഇക്വേഷൻ 3 കൂടി ആഡ് ചെയ്തു പ്ലസ് ഇക്വേഷൻ 3. നേരത്തെ എന്ത് ചെയ്തു? ഇക്വേഷൻ 1 ഉം 2 കൂടിയിട്ട് 1 ഉം 2 കൂടി സോൾവ് ചെയ്തൊരു ഇക്വേഷൻ നമുക്ക് 4 കിട്ടി. ഈ 4 + 2 ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെ എന്ത് ചെയ്തു? ഇക്വേഷൻ 1 ഉം 3 കൂടി സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. 6 + 3 ചെയ്യാം. അപ്പോൾ x എന്തായി പോവും? 0x ആവും. പ്ലസ് നമുക്ക് എന്ത് വരും? 4 - 1/2y പ്ലസ് 9 - 1/2z ഈക്വൽ ടു 16 - 5 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് 7/2y പ്ലസ് 17/2z is equal to 11. നോക്കാം, 4 - 1/2 ഇത് 0x ആണ് അല്ലേ? ഇത് മൊത്തം 0 ആയിപ്പോയി. പിന്നെ ഇവിടെ 4 - 1/2 എന്ന് പറഞ്ഞാൽ 8 - 1 that is 7/2y എന്നാവും. ഇവിടെ 9 - 1/2 എന്ന് പറഞ്ഞാൽ 18 - 1/2 that is 17/2. അടുത്തത് 16 - 5 എന്ന് പറഞ്ഞാൽ 11 കിട്ടി. ഇവിടെ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7y പ്ലസ് 17z is equal to 22. അത് ഇക്വേഷൻ നമ്പർ 7. ഇക്വേഷൻ 5 ഇതേപോലെ നമുക്ക് കിട്ടിയിരുന്നു. ഇക്വേഷൻ 5 എന്താ കിട്ടിയത്? y പ്ലസ് 3z is equal to 6. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. y പ്ലസ് 3z is equal to 6 എന്നും ഇക്വേഷൻ നമ്പർ 5 എന്നും കൊടുത്തു. മറ്റേ 7. എന്ത് ചെയ്യുക? ഇത് രണ്ടെന്നും y-നെ എലിമിനേറ്റ് ചെയ്യാം. y-നെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 5-നെ 5 ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 5-നെ എലിമിനേറ്റ് 5 എന്നാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 7-ലെ y-യുടെ കമ്പോണൻറ്റ് ബൈ ഇക്വേഷൻ 1-ലെ y-യുടെ കമ്പോണൻറ്റ് ഇൻറ്റു മൈനസ് ഇൻറ്റു ഇക്വേഷൻ 5 ദാറ്റ് ഈസ് -7 ഇൻറ്റു 5. -7 × 5 എന്ന് പറഞ്ഞാൽ -7y minus 21z is equal to -42 എന്ന് വരും. ദാറ്റ് ഈസ് 7y പ്ലസ് 17y 17z not 17z that is 21z ഇതാണ് 21z. ഇതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 5 not 5 7. ഇക്വേഷൻ 7 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാത്ത ഇക്വേഷൻ 7. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടെന്നും y എലിമിനേറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. ഇക്വേഷൻ 8 + 7 കിട്ടുമ്പോൾ എന്താവും? 7y 7y ക്യാൻസൽ ആവും. അടുത്തുണ്ടാവും -21z പ്ലസ് 17z is equal to -20 എന്ന് കിട്ടും ആൻസർ. ദാറ്റ് ഈസ് -4z is equal to -20. that is z is equal to 20/4 is equal to 5. അപ്പോൾ z-ന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം? അത് ഇക്വേഷൻ ആ z-ന്റെ വില നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ആദ്യത്തെ ഇക്വേഷൻ ആണ് 2x + y + z is equal to 10 കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് y + 3z is equal to 6 കിട്ടി. ഇപ്പോൾ z is equal to 5 കിട്ടി. ഈ z is equal to 5 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y + 3 × 5 is equal to 6. That is y is equal to 6 minus 15 that is equal to -9. ഇനി എന്ത് ചെയ്യുക? ഈ z-ന്റെയും y-യുടെയും വില ആദ്യത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് x equal to 7. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഒന്നുകൂടി പറയാം എളുപ്പത്തിൽ. ആദ്യം നമുക്ക് 3 ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സൊല്യൂഷൻ എടുക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
അതിൽ നിന്ന് എക്സിനെ എലിമിനേറ്റ് ചെയ്യുക. എങ്ങനെ എക്സിനെ എലിമിനേറ്റ് ചെയ്യുക? ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുമ്പോൾ രണ്ടാമത്തേൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു മൈനസ് ഉണ്ട് ബൈ ആദ്യത്തെ എക്സിൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു ഇക്വേഷൻ 1. ശ്രദ്ധിക്കേണ്ടത് താഴത്തെ ഏത് നമ്പറാണോ അത് ഏതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണോ ആ ഇക്വേഷനാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇക്വേഷൻ 1ൻ്റെ കോഎഫിഷ്യൻ്റ് 2. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏതാണോ അതിൻ്റെ നെഗറ്റീവ് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്ത് ചെയ്യുക? അപ്പോൾ ഇക്വേഷൻ നമുക്ക് 4 കിട്ടും. സിമിലാർലി നമുക്ക് എന്ത് ചെയ്യാം? 1ഉം 3ഉം എടുക്കുക. ഇതേപോലെ തന്നെ 1ഉം 3 എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 5 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ 4ഉം 5ഉം നിന്നും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സൊല്യൂഷൻസ് കിട്ടും. അടുത്തത് y കാണാം, പിന്നെ അടുത്തത് z കാണാം. ഇതാണ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. സോൾവ് x plus y plus z is equal to 7, x plus 2y plus 3z is equal to 16, x plus 3y plus 4z is equal to 22. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എക്സിൽ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഇക്വേഷൻ 1. അപ്പോൾ ഇത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -x -y -z is equal to -7. എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 4. എന്ത് ചെയ്യുക? 4ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? എക്സ് വെട്ടി പോവും. 2y minus y, that is y. 3z minus z, that is plus 2z is equal to 16 minus 7, that is 9. ഇത് കിട്ടും. ഇക്വേഷൻ നമ്പർ 5. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ഉം 3ഉം കൂടി എലിമിനേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1ഉം 3ഉം കൂടി എലിമിനേറ്റ് ചെയ്യുക, എക്സിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 3ലെ എക്സിൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു മൈനസ് ബൈ ഇക്വേഷൻ 1ലെ എക്സിൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു ഇക്വേഷൻ 1. നമുക്ക് എന്ത് ചെയ്യും? അത് നേരത്തെ ശുദ്ധം അതിൽ തന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? -x -y -z is equal to -7 എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 3യുമായി ആഡ് ചെയ്യുക. അപ്പോൾ എക്സും പറ്റിപ്പോയി 0x എന്നാവും. 3z minus y, 3y minus y, that is 2y. 4z minus z is minus plus 3z is equal to 22 minus 7, that is 15 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 7 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതാണ് ചെയ്തത്. ഇക്വേഷൻ 2 പ്ലസ് -1 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 കിട്ടി. അതേപോലെ ഇക്വേഷൻ 3 ഇൻറ്റു -1 ഇൻറ്റു 1 ചെയ്തപ്പോൾ ഇക്വേഷൻ 5 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 4ഉം. ഇക്വേഷൻ 4ൽ നമുക്ക് കിട്ടിയത് എന്താണ്? y plus 2z is equal to 9. ഇക്വേഷൻ 4 കിട്ടി. ഇക്വേഷൻ 5ൽ എന്ത് കിട്ടി? 2y plus 3z is equal to 2y plus 3z is equal to 15. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? yനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 5ലെ കോഎഫിഷ്യൻറ്റ് അതിന് രണ്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആവും. -2 ബൈ ഇക്വേഷൻ 1ലെ വൈയുടെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഇക്വേഷൻ 4. 4 കൊണ്ടാണല്ലേ? 4ലാണ്. അപ്പോൾ എന്തുണ്ടാവും? -2 ഇൻറ്റു 4. -2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 എന്ന ഇക്വേഷനെ 4 എന്ന ഇക്വേഷൻ എന്ത് ചെയ്യാം? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -2y -4z equal to -18 എന്ന് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -z is equal to -3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് z is equal to 3. ആ z is equal to 3 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ആണ് x plus y plus z is equal to 7. ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇത് ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ 6 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y is equal to 3 കിട്ടും. 6ഉം 4ഉം ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x equal to 1 കിട്ടും. ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കുറച്ച് ഡെസിമലാണ്. ആകെ x y രണ്ട് വേരിയബിൾസേ ഉള്ളൂ. രണ്ട് ഇക്വേഷനുകളിലൂടെ 0.0002x plus 0.3003y equal to 0.1102
2.00x plus 3.00y plus 2.000. ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ എക്സിനെ എലിമിനേറ്റ് ചെയ്യണം. എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കമ്പോണൻറ്റ് ഇൻറ്റു മൈനസ് -2.000 ബൈ എക്സ്, ആദ്യത്തേൽ എക്സിൻ്റെ കമ്പോണൻറ്റ് ദാറ്റ് ഇസ് 0.0002 ഇൻറ്റു ഇക്വേഷൻ 1. നമ്മൾ സോൾവ് ചെയ്യുക. ഇക്വേഷൻ 1നെ നമ്പർ കൊണ്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് ഇതാവും, ഒരു നെഗറ്റീവ് സൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഇക്വേഷൻ 2 നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് കമ്പോണൻ്റ് പോവും, വൈയുടെ കമ്പോണൻ്റ് എന്ത് കിട്ടും? 1498.5y is equal to 499 വരും. therefore y is equal to 499 by 1498.5. so the answer y is equal to നമുക്ക് എന്ത് കിട്ടും? 0.33 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we get x equal to 0.500 എന്ന് കിട്ടും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആൻസർ x equal to 1/2 y is equal to 1/3 ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. x equal to 1/2 എന്ന് പറഞ്ഞാൽ 0.500 ആണ് വരുന്നത്. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ ഇത് നമുക്ക് 0.33333 അങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ദ നമ്പർ, ദ എറർ ഈസ് ഡ്യൂ ടു ദ ലാർജ് മൾട്ടിപ്ലൈ. നമ്മൾ മൾട്ടിപ്ലൈ ദ നമ്പർ ഏതാ? ഇറ്റ് ഈസ് ഈ സംഖ്യ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? -10000 അല്ലേ? 4 സീറോ ഉണ്ടാവും. ഇത്രയും വലിയ സംഖ്യ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ വാല്യൂവിൽ ഈ ചെറിയൊരു എറർ വരാൻ കാരണം. നമുക്ക് കിട്ടിയത് 1/2 എന്ന് പറഞ്ഞാൽ 0.5 വരാൻ പാടും. ഇത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.500 ആണ്. പിന്നെ ഇത് എക്സ്റ്റൻഡായി പോകണം, പക്ഷെ നിൽക്കുകയാണ്. അങ്ങനെ വരാൻ കാരണം എന്താണ്? അവിടുത്തെ നമ്പർ എന്തായത് വലുതായത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് ഒന്നാണ്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 2നെ നമ്മൾ 1 ആക്കുക. ഇക്വേഷൻ 2 മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഇക്വേഷൻ 1 മാറ്റി 2 ആക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്താ ഉണ്ടാവുക? -0.0002 ഡിവൈഡഡ് ബൈ 2.000. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ഇൻറ്റു ഇക്വേഷൻ 1 ഈ രൂപത്തിലാവുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. സോ വി ഗെറ്റ് ദ ആൻസർ. അങ്ങനെ നമ്മൾ ഇക്വേഷൻ 1 എടുക്കുക വെച്ചാൽ x equal to 1/3 എന്നും x equal to 1/2 എന്നും y equal to 1/3 എന്നും കിട്ടും. ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.